That's not good. Wade, please. Cockshot! Oh, your poor wife. ഓക്കെ ഫൈൻ, ഡെഡ്പൂൾ 3 അഥവാ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ലീക്ക് ആയോ. 2-3 ദിവസത്തിന് മുമ്പ്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ട്രെയിലർ ഇറങ്ങിയ ആ ഒരു ദിവസം തൊട്ട് ഇന്നലെ വരെ എക്സിൽ അഥവാ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് മേഖലയിൽ മൂവീസ് രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡെഡ്പൂൾ 3 അല്ലെങ്കിൽ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ലീക്ഡ്. എന്നാൽ ശരിക്കും അത് ലീക്കായോ, അതോ ലീക്കിന്റെ പല ഹിൻസും ആണ് തന്നത്? ഈവൻ ദോ ഡെഡ്പൂളിന്റെ ക്രിയേറ്റർ വരെ ആ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമല്ലോ. അതിന്റെ ഒരു വമ്പൻ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ആൽബിൻ AKA ടോക്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡെഡ്പൂൾ 3യുടെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്കറിയാം എക്സ് അഥവാ ട്വിറ്ററിൽ ഈ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിന്ന ടോപ്പിക്കുകളിൽ മൂവി സെക്ടറിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഡെഡ്പൂൾ 3ന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ലീക്ഡ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സീനിൽ ലീക്ഡ് ഒന്നും ആയിട്ടില്ല. ബട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഇൻസൈഡർ അക്കൗണ്ടിൽ നിന്നും ഡെഡ്പൂൾ 3യെ പറ്റി ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഡെഡ്പൂൾ 3യുടെ പോസ്റ്റ് ക്രെഡിറ്റ്സിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ട്വീറ്റ് ആയിരുന്നു അത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ആ ട്വീറ്റ് ഒന്ന് വായിക്കാം. അതിങ്ങനെയായിരുന്നു: Oh my god, this is too good. I'm not going to ruin this, but the post-credit scene in Deadpool and Wolverine is so mind-blowing. I can't believe they were able to pull this off without anyone knowing. Of course, ഇത് ഷെയർ ചെയ്തിരിക്കുന്ന മൈ ടൈം ടു ഷൈൻ ഹലോ എന്നാണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണ് അറിയാം, നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന മൂവിയുടെ മെജോറിറ്റി പ്ലോട്ട് ലീക്സ് ആൻഡ് റൂമേഴ്സ് എല്ലാം തന്നിരുന്ന ഈ ഒരു അക്കൗണ്ടിൽ നിന്നായിരുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസൈഡർ അക്കൗണ്ട് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് തന്നെയാണിത്. മോസ്റ്റ് പ്രോബ്ലി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്വിറ്ററിൽ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ലീക്ഡ് എന്ന രീതിയിൽ ട്രെൻഡ് ആയത്. സോ ഈ ഒരു ട്വീറ്റിന്റെ മെജോറിറ്റിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിപ്ലൈ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിൻ്റെ അകത്ത് റോബ് ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്നൊരു കമന്റ് വന്നു, സാക്ഷാൽ ഡെഡ്പൂളിന്റെ ക്രിയേറ്ററിൽ നിന്ന് തന്നെ. അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഹി ഈസ് എയിൻ ലൈങ് അബൌട്ട് യു. ഈ ഒരു റിപ്ലൈയും ഈ ഒരു ട്വീറ്റും കൂടെ കണ്ടപ്പോഴാണ് ഒബ്വിയസ്ലി നമുക്കറിയാം ഇയാൾ ഉറപ്പായിട്ടും ഡെഡ്പൂൾ 3 കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കാം ഇയാൾ ഇതിന്റെ രീതിയിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇത് അറിഞ്ഞുകൊണ്ടാണോ ഇയാളോട് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യാൻ പറഞ്ഞതെന്നറിയില്ല. എന്നിരുന്നാൽ കൂടി ഇത് അധികം നേരം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് നിങ്ങളിപ്പോൾ പോയി എക്സിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാമായിരുന്നു, ഞാൻ ഈ വീഡിയോ എടുക്കുന്നിടം വരെ ആ ഒരു കമന്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. സോ നമുക്കറിയാം ഡെഡ്പൂൾ ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഉറപ്പായിട്ടും ഈ ഒരു സിനിമ എൻഡ് ചെയ്യാൻ പോകുന്നത് മൾട്ടിവേഴ്സൽ ആയിട്ടുള്ള ഒരു എൻഡിങ് വാറിലേക്ക് തന്നെ ആയിരിക്കും. സോ ഇതിനകത്ത് നേരിട്ട് പറയുന്നതിന് മുമ്പ് ഒരു സ്പോയിലർ വാണിംഗ് പറഞ്ഞേക്കാം. ഇൻ കേസ് ഇപ്പോൾ പറയുന്ന റൂമേർഡ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഒബ്വിയസ്ലി സ്പോയിലർ ആയിപ്പോൾ. സോ ഇവിടുന്ന് ഞാൻ ഒരു സ്പോയിലർ വാണിംഗ് ഇടുകയാണ്. താല്പര്യമില്ലാത്തവർ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തോളൂ. I did not tell him to do that. Absolutely not. He got lost in translation. Dopinder, this is no way to win Gita's heart back. സോ സ്പോയിലർ വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇതിൽ ഒരു കാരണവശാലും ഇങ്ങനെ വരണമെന്നൊന്നും നിർബന്ധമില്ല. നിലവിൽ ഇന്റർനെറ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലോട്ട് ആയിട്ടുള്ള റൂമേർഡ് തിയറീസ് ആണ് മാത്രമാണ് ഈ ഒരു സ്പോയിലർ വാണിംഗിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ, പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സിനെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ OG അവഞ്ചേഴ്സ്. സാധാരണ അവഞ്ചേഴ്സിൽ നമുക്കറിയാം ഇപ്പോൾ കുറേ പേര് അവഞ്ചേഴ്സിലുണ്ട്. നമ്മുടെ OG ആയിട്ടുള്ള 6 അവഞ്ചേഴ്സിലെ ഏതെങ്കിലും ഒരു ക്യാമിയോയിനെ കാണാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞു വരുന്നത് സ്റ്റീവ് റോജേഴ്സ്, അയൺമാൻ, ഇവരെയൊക്കെ തന്നെയാണ്. രണ്ടാമത്തെ റൂമേർഡ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതീക്ഷിക്കുന്ന ക്യാമിയോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോബി മെഗ്വയർ സ്പൈഡർമാന്റെ ഒരു ക്യാമിയോ ആയിരിക്കും, ലീഡിങ് ടു സ്പൈഡർമാൻ 4. അത് നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. സാം റൈമി തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ടോബി മെഗ്വയർ വെച്ചുള്ള സ്പൈഡർമാൻ 4 അപ്കമിംഗ് ആയിട്ട് മാർവൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. സോ അതിനെ ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണായിരിക്കും. പിന്നെ നമുക്ക് പ്രധാന മീംസ് ഒക്കെ അറിയാം. മീംസ് ഒക്കെ ഇപ്പം നല്ല രീതിയിൽ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ റിയലിസ്റ്റിക് ആയിട്ട് മാർവൽസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഡെഡ്പൂൾ, വൂൾവറിൻ, ടോബി മെഗ്വയർ സ്പൈഡർമാൻ ആയിട്ടുള്ള ഒരു മീം പോസ്റ്റ് രീതിയിൽ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് സീൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഫൈനലി ഏറ്റവും കൂടുതൽ റൂമേർഡ് ആയിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന്റെയാണ്. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടല്ല സ്റ്റീവ് വരുന്നത്. നമുക്കറിയാം OG അല്ലെങ്കിൽ പഴയ ഫാന്റാസ്റ്റിക് ഫോറിലെ ഹ്യൂമൻ ടോർച്ച് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഡെഡ്പൂളിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റീവിനെ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു മൂവി കണ്ടിട്ടുണ്ടോ അറിയാം, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും മാനറിസും ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്തെ ഹ്യൂമൻ ടോർച്ച്. സോ എന്നിരുന്നാൽ കൂടിയും ക്രിസ് ഈവൻസ് ബാക്ക് ടു MCU ആണെങ്കിൽ ഇത് വേറെ ലെവലാവും. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇത്ര ഹൈപ്പ് കൊടുക്കുന്ന വെറുതെ ആയിരിക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ ഇപ്പോൾ റൂമേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്തെങ്കിലും വന്നാൽ പോലും ഫാൻസ് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനു മുമ്പ് എക്സ്മെൻ്റെ ഒറിജിനൽ സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനെപ്പറ്റി ഒരു റിവ്യൂ ഒക്കെ നമ്മൾ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. സോ എന്തെങ്കിലും ലീഡ് ഉണ്ടായാലോ അപ്ഡേറ്റ് ഉണ്ടായാലോ റൂമേഴ്സ് ഉണ്ടായാലോ നമ്മളിപ്പം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കോ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.